ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നിങ്ങൾ ഈ ഒരു കാലയളവിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാത്തതായിട്ട് ആരും ഉണ്ടാകത്തില്ല. ഈ വീഡിയോ കാണുന്നത് തന്നെ നിങ്ങളൊരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടായിരിക്കും. നമ്മുടെ ലൈഫിൻ്റെ ഒരു 80% ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ഈ മൊബൈൽ ഫോണിനുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലൂടെയാണ് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇടയിൽ വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ വിദ്യാഭ്യാസം വരെ ചെയ്യുന്നത് ഓൺലൈനായിട്ടായിരിക്കും. ചർച്ച ആക്ടിവിറ്റീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഓൺലൈൻ കോൺഫറൻസുകൾ അല്ലെങ്കിൽ കൂടുതലായിട്ടും ഇപ്പോൾ കണ്ടുവരുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളത് നമ്മളൊന്ന് വളരെയധികം ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെയുള്ള പല കേസുകളും വരുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ അത് വളരെയധികം കൂടിയിട്ടുണ്ട്. ഒരു 3 ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വെച്ച് തരാം. അതായത് ഫോറിൻ കൺട്രീസിലും നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ അധികം കൂടിയിരിക്കുന്ന ഒരു ക്ലാസ് റൂമിനകത്ത് ഒരു സ്റ്റുഡൻറ്റ് ആ ഒരു മൊബൈൽ ഫോണിലാണ് ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു മൊബൈൽ ഫോണുമായിട്ട് ബാത്റൂമിലേക്ക് പോകുന്നു. ബാത്റൂമിൽ പോയിട്ട് അപ്പം എന്താണെങ്കിലും ബാത്റൂമിൽ പോകുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ക്യാം ഓഫ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ബാത്റൂമിലേക്ക് പോകുന്ന കാര്യങ്ങളും അവിടെ നടന്ന കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് മറ്റുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതായിരുന്നു ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ക്യാമറ ഓഫ് ചെയ്തു, പക്ഷേ മറ്റുള്ളവർക്ക് മുൻപിൽ അത് ഓഫായിട്ടില്ലായിരുന്നു. രണ്ടാമത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള ഒരു റൂം തന്നെയാണ്. അപ്പോൾ ആ ഒരു റൂമിനകത്ത് ഒരു കുട്ടി ഇതുപോലെ വീഡിയോ ക്ലാസ് റൂം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അറ്റൻഡ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ബാത്റൂമിലേക്ക് കയറുന്നു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, വീഡിയോ ക്യാമറയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി ഇറങ്ങി വരുന്നു. ഓക്കെ, ക്ലാസ് വീണ്ടും അറ്റൻഡ് ചെയ്യുന്നു. മൂന്നാമതൊരു വീഡിയോ എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് 2 പേര് ഒന്നിച്ചിരുന്നിട്ടാണ്. എന്നിട്ട് ഈ ഒന്നിച്ചിരിക്കുന്ന ഒരു ബോയും ഒരു ഗേളും, ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്ന ആൾക്കാർ ഇവർ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്യുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നു. അവരും ഒരുപക്ഷെ അവരുടെ മൊബൈൽ ഫോണിനുള്ളിൽ അല്ലെങ്കിൽ ടാബ്ലറ്റിനുള്ളിലെ കമ്പ്യൂട്ടറിനുള്ളിലെ ഈ പറയുന്ന വീഡിയോ ക്യാമറ ഓഫ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അവിടെയും ബാക്ക് എൻഡിൽ ക്യാമറ ഓഫ് ആയിരുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്മളൊരു സ്മാർട്ട് ഫോൺ സാധാരണ ഇപ്പം മേടിക്കുമ്പോഴത്തേക്കിന് ഏറ്റവും കൂടുതൽ നോക്കുന്ന കാര്യം എന്താണ്? അതിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ഒരുപക്ഷെ ഫോൺ വിളിക്കുന്നതിനേക്കാളും അതൊന്നുമല്ല നമ്മൾ ചിന്തിക്കുന്നത്, ഇത് വെച്ചൊരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തുമാത്രം ക്വാളിറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം അത് മനോഹരമായിരിക്കും. ആ ഒരു കാര്യം നോക്കിയിട്ടായിരിക്കും നമ്മളൊരു മൊബൈൽ ഫോൺ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന മൊബൈൽ ഫോണിൽ നിന്നാണ് ഇത്തരം ദുരനുഭവങ്ങളും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ദുരനുഭവം സംഭവിക്കുന്നത് ഒരിക്കലും ആ ഒരു മൊബൈൽ ഫോണിൻ്റെ പ്രശ്നമല്ല, അതിനുള്ളിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്ന ആപ്ലിക്കേഷൻസാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുതരുന്നത്. നമുക്കറിയാം, മൊബൈൽ ഫോണിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കും, എല്ലാ കാര്യങ്ങളും നമ്മൾ മൊബൈൽ ഫോണിലൂടെ തന്നെ ചെയ്യുന്നു. പക്ഷേ ഒറ്റ മിനിറ്റ് കൊണ്ട് നമ്മുടെ ലൈഫിനെ തന്നെ അത് ഇല്ലാതാക്കാനും ഈ പറയുന്ന ഈ ഒരു ചെറിയ മൊബൈൽ ഫോണിൻ്റെ ഒരു ക്യാമറയ്ക്ക് സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ ഒരു പബ്ലിക് ഓഫ് പീപ്പിൾസ്, അതായത് ഒരു 50-60 പേര് കൂടി നിന്നിരിക്കുന്ന ഒരു മീറ്റിങ്ങിനകത്ത് നടക്കുന്ന ഇതുപോലത്തെ സംഭവം എങ്ങനെ പബ്ലിക്കായിട്ട് പുറത്തു പോകുന്നു? നമ്മളത് ചിന്തിച്ച് നോക്കേണ്ട ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഈ ഒരു 50 പേര് അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സിനകത്ത് വേറെ ആരൊക്കെയോ ഒന്നെങ്കിൽ ക്ലാസ് എടുക്കുന്നയാളോ അദ്ദേഹത്തിന് അതിനുള്ള ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരു റൈറ്റ് കാണും, അല്ലെങ്കിൽ അദ്ദേഹം അറിയാതെ വേറെ ആരെങ്കിലും ഒക്കെയോ ഈ പറയുന്ന ഒരു കോൺഫറൻസ് അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. പല തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറുകളും ഇപ്പം എന്ത് റെസ്ട്രിക്ഷൻ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടാകണം ഈ പറയുന്ന പോലെയുള്ള വീഡിയോസ് പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫോൺ ഉപയോഗിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ക്യാമറ, അതായത് ആ ഒരു ഫോണിനുള്ളിലെ ക്യാമറ ഓൾറെഡി ഹാക്ഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുള്ളൂ. ശരിക്കും മൊബൈലിനകത്തെ വീഡിയോ ക്യാമറ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സോ ഡേഞ്ചറസ്, പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. മൊബൈൽ ക്യാമറയ്ക്കകത്തെ ആ ഒരു വീഡിയോ ക്യാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ കോളിങ്ങിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കോൾ ചെയ്യാനായിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള ഏറ്റവും അടുത്ത ആൾക്കാരുമായിട്ടുള്ള ഒരു കണ്ടുകൊണ്ട് സംസാരിക്കാനായിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് എപ്പോഴും വീഡിയോ കോളിങ്ങിന് നല്ലത്. ഒരു ക്ലാസ്സൊക്കെ ആയിട്ട് ഒന്നിച്ച് വരുമ്പോഴത്തേക്കിന് അതിനകത്ത് വീഡിയോ കോളിലൂടെ നമ്മൾ വന്നിരിക്കുക എന്ന് പറയുന്നത്
വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ രീതിയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാം വീഡിയോ ക്ലാസ് റൂംസ് ആണ്. അതായത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാവുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ എല്ലായിടത്തും അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം നമ്മൾ സുരക്ഷിതമാകാനായിട്ട് പറ്റുമോ അത്രത്തോളം സുരക്ഷിതമാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇനിയെങ്കിലും ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അതായത് നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുൻപേ കുറേ ചൈനീസ് ആപ്ലിക്കേഷൻസ് നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. നിരോധിച്ചത് പ്രകാരം നമ്മളോട് കേന്ദ്രത്തിൽ നിന്ന് അറിയിച്ച ഒരു അറിയിപ്പാണ്. അതായത് അങ്ങനത്തെ ആപ്ലിക്കേഷൻസൊക്കെ നമ്മളുടെ മൊബൈൽ ഫോണിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അൺഇൻസ്റ്റാൾ ചെയ്യണം. എന്നാൽ പല ആൾക്കാരും ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ഉപയോഗിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സീരിയസ്നെസ് എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഒരു അനുഭവം നമ്മുടെ ഒരു ലൈഫിലേക്ക് വന്നെങ്കിലേ നമുക്കതിൻ്റെ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇത്രയും അൺഇൻസ്റ്റലേഷൻ നടന്നതിനകത്തും എത്തപ്പെടാതെ പോയ ഒരു വീഡിയോ കോൺഫറൻസിങ് ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, സൂം എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും വരാതെ ഇപ്പോഴും ഇന്ത്യയിൽ അത് റൺ ചെയ്യുന്നത്. പക്ഷേ സൂം എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ പറയുന്ന വീഡിയോസ് എല്ലാം ഔട്ടായിരിക്കുന്നത് സൂം വീഡിയോ കോളിലൂടെ നടന്നിട്ടുള്ള ചില വീഡിയോ ക്ലിപ്പുകളാണ്. ഈ ഒരു ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവും. സൂം അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഏകദേശം ഒരു 5 ലക്ഷത്തിലധികം ആൾക്കാരുടെ പ്രൊഫൈലുകളെ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള ന്യൂസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും നമ്മൾ വകവെക്കാതെയാണ് ഇപ്പോഴും സൂം എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷനെ ആൾക്കാർ കൂടുതലായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും എല്ലാ ഒരു സ്വഭാവമാണ് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഓൾറെഡി സേവ് ചെയ്ത് വെക്കും. എപ്പോഴും അത് ഇൻപുട്ട് കൊടുക്കുന്നത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എപ്പോഴും അത് സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് ജസ്റ്റ് ആ ഒരു ആപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വരണം. ആ രീതിയിലാണ് നമ്മളെല്ലാവരും സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും അവരുടെ ഫോണിനുള്ളിലെ അപ്ഡേഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകുന്നത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അങ്ങനെ വെക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഡേറ്റ അനാവശ്യമായിട്ട് പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തു വെക്കുന്നത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് വരുന്നത് പോലും ആൾക്കാർ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ പറയുന്ന ഓൺലൈൻ കോൺഫറൻസിങ് ആപ്ലിക്കേഷൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസിനൊക്കെ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തിരിക്കണം. ഈ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ബഗ് വരുമ്പോഴത്തേക്കിന് അതിനെ സോൾവ് ചെയ്യുന്നതും ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് വരുന്നത്. അല്ലാതെ പുതിയ ഫീച്ചറുകൾ മാത്രമല്ല അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന അപ്ഡേഷൻസ് നമ്മൾ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ, ഒരു മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്ക് നമ്മുടെ ഫോണിനുള്ളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനകത്ത് കിടക്കും. അത് ഹാക്കർമാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളുടെ ആ ഒരു ഡിവൈസിലേക്ക് കയറാനായിട്ടുള്ള ഒരു പാത്താണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. അതൊരിക്കലും അങ്ങനെ വരാത്ത വണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പുതിയ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനൊക്കെ കറക്റ്റായിട്ട് അപ്ഡേഷൻസ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പം ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ വീടിനുള്ളിലെ സ്വന്തമായിട്ടുള്ള റൂമിൽ നിന്നായിരിക്കും. ഇപ്പോഴത്തെ വീടുകൾക്കെല്ലാം എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ടാകും. ഒരു കാരണവശാലും നിങ്ങൾ ആ ഒരു ക്ലാസ്സിൻ്റെ മ്യൂട്ടാക്കിയിട്ട്, അതായത് നമ്മുടെ മൈക്കും ആ ഒരു ക്യാമറയും മ്യൂട്ടാക്കിയിട്ട് ഫോൺ അതുപോലെ തന്നെ വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ബാത്റൂമിലൊക്കെ ടോയ്ലറ്റിലോട്ടോ ഒന്നും പോകാതിരിക്കുക. നിങ്ങൾ ഫോൺ എടുത്ത് നേരെ അങ്ങ് മലത്തി അങ്ങ് വെച്ചേക്കുക. അത് പറഞ്ഞാൽ റൂഫ് കണ്ടോളും ആ ഒരു ക്യാമറയ്ക്കകത്ത്. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ക്യാമറ മൂടിയിടുക, അല്ലെങ്കിൽ നിങ്ങൾ ആ മീറ്റിങ്ങിനെ അങ്ങ് ലീവ് ചെയ്യുക. ഒന്നും കൂടെ ജോയിൻ ചെയ്താൽ പോരെ. ഈ രീതിയിൽ നമ്മൾ നമ്മുടെ സൈഡും കൂടെ നോക്കിയിട്ട് വേണം ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് കയറി ചെല്ലാനായിട്ട്. എന്തെങ്കിലും പ്രശ്നം നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത ആൾക്കാരോ അല്ലെങ്കിൽ ആരും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കത്തില്ല. എല്ലാവരും നമ്മുടെ ഈ ഒരു ഔട്ടായിട്ടുള്ള വീഡിയോ കണ്ടിട്ട് ചിരിക്കും. വീഡിയോ കണ്ട് ചിരിക്കുകയും രസിക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതൊന്നുമല്ല, ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ ഔട്ടാകുന്ന വീഡിയോസ്, ഈ രീതിയിൽ വളരെ അബദ്ധം പറ്റിയിട്ട് ഔട്ടാകുന്ന വീഡിയോസ്, അല്ലെങ്കിൽ അങ്ങനെ വീഡിയോസ് ഔട്ടാക്കുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത്? ഇതുപോലെ യൂട്യൂബ് ചാനലിൽ മാത്രം ഒന്നുമല്ല അവർ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നത്. യൂട്യൂബ് ചാനലിൽ അങ്ങനെയുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത് യൂട്യൂബിന് നിരക്കാത്ത കാര്യമായതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ബാൻ ചെയ്തു പോകും. ആ വീഡിയോ ഒത്തിരി കാലമൊന്നും യൂട്യൂബിനകത്തൊന്നും കിടക്കത്തില്ല. ഇത് കണ്ട വാട്സപ്പ് ഗ്രൂപ്പുകളിലും ടെലഗ്രാം ഗ്രൂപ്പുകളിലും എല്ലാം ഷെയർ ആയി പോകും. പക്ഷേ അതിനും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അതിലും കൂടിയ ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പോൺ സൈറ്റുകളിൽ ഇങ്ങനത്തെ വീഡിയോസ് കൃത്യമായിട്ട് കയറുന്നുണ്ട്. പോൺ സൈറ്റുകളിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തമായിട്ട് കാറ്റഗറി വരെ കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. അതായത് ഹിഡൻ ക്യാമറ എന്നും പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ആ ഒരു കാറ്റഗറിക്കകത്തോട്ടാണ് പോകുന്നത്. നല്ല റേറ്റിംഗ് ആണ് അവിടെ കൂടി കയറി പോകുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ആൾക്കാർ ഇതിനെ കാണുന്നത്. അതായത് രസിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് രസിക്കുകയാണ്. ഇതുപോലുള്ള സൈറ്റുകളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. അതൊരു ബിസിനസ്സായിട്ട് പിന്നെ അതിനെ അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ അതിനകത്ത് പെട്ടുപോകരുത്. പിന്നെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതായത് ആ ഒരു ടോയ്ലറ്റിനകത്തോട്ട് കയറി ഇങ്ങനെ ആ ഒരു ഡ്രസ് ചേഞ്ചിങ് നടന്നിട്ടുള്ള ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് കണ്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 1000-1500 എണ്ണമൊന്നുമല്ല, എബവ് 2.5 M ആണ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ലക്ഷത്തിലധികം ആൾക്കാരാണ് ആ ഒരു ക്ലിപ്പ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നെഗറ്റീവ് വീഡിയോസ് എത്ര പേര് സെർച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആ ഒരൊറ്റ ക്ലിപ്പ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ അതിനേക്കാളും പെട്ടെന്ന് തന്നെ നമ്മളെ ചോടോടെ വീഴ്തെറിയാനായിട്ടും പവർഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് മൊബൈൽ ഫോൺ. അപ്പോൾ വീഡിയോ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ് എടുക്കുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് 2-5 മിനിറ്റത്തേക്കിന് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു മീറ്റിംഗ് ലീവ് ചെയ്യുക. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറ നിങ്ങൾ മൂടി വെക്കുക. നമുക്ക് നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മൈക്കും വീഡിയോ ക്യാമറയൊക്കെ മ്യൂട്ടായിരിക്കും. പക്ഷേ അത് അപ്പുറത്തെ എൻഡിൽ ഇരിക്കുന്ന ആളിന് അത് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നില്ലയോ എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം ഒരു ആപ്ലിക്കേഷൻസാണ്. ആപ്ലിക്കേഷൻസിനകത്ത് എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ പണി പാളി തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഈ വീഡിയോ കഴിയാവുന്നിടത്തോളം നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. മൊബൈൽ ആപ്ലിക്കേഷൻസിനകത്ത് വരുന്ന അപ്ഡേഷൻസിനെ വില കുറച്ച് കാണാതിരിക്കുക. അപ്ഡേഷൻസൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്തു കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.